യൂട്യൂബെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരുണ്ടാവും. പണവും സാഹസികതയും പിന്നെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത സഹായങ്ങളും. ആ പേരാണ് മിസ്റ്റർ ബീസ്റ്റ്. വെറുമൊരു യൂട്യൂബർ എന്നതിലുപരി ഒരു പ്രതിഭാസമായി മാറിയ ആ മനുഷ്യന്റെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ആരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ? ഒരു സംശയവും വേണ്ട അല്ലേ? ഈ മുഖം നിങ്ങൾ എവിടെയെങ്കിലും ഉറപ്പായും കണ്ടിട്ടുണ്ടാകും. ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ജിമ്മി ഡൊണാൾഡ്സൺ എന്നാണ്. പക്ഷേ ലോകം മുഴുവൻ അദ്ദേഹത്തെ അറിയുന്നത് മിസ്റ്റർ ബീസ്റ്റ് എന്ന പേരിലാണ്. ഒരു സാധാരണ മുറിയിൽ ഒരു ലാപ്ടോപ്പുമായി തുടങ്ങിയ ജിമ്മി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ ആ ഒരു യാത്രയുണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തും. അപ്പ ശരി, നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. എല്ലാം തുടങ്ങിയത് വളരെ സിമ്പിളായിട്ടാണ്, ഒരൊറ്റ ലാപ്ടോപ്പിൽ നിന്ന്. 1998 ജനിച്ച ജിമ്മി വെറും 13 വയസ്സുള്ളപ്പോൾ, അതായത് 2011 തന്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്തു. ഒന്നാലോചിച്ചു നോക്കിയേ, നമ്മളൊക്കെ സ്കൂളിൽ കളിച്ചു നടക്കുന്ന ആ ഒരു പ്രായത്തിലാ അദ്ദേഹം സ്വന്തമായിട്ടൊരു ലോകം പണിയാൻ തുടങ്ങിയത്. അപ്പോൾ തുടക്കത്തിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത് എന്നറിയാമോ? വലിയ വില കൂടിയ ക്യാമറകളോ ഒരു ടീമോ ഒരു സ്റ്റുഡിയോയോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന എന്താ? ഒരൊറ്റ ലാപ്ടോപ്പ്, അതുമാത്രം. വർഷങ്ങളോളം അദ്ദേഹം വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ വ്യൂസോ ലൈക്കോ ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? ചിലപ്പോൾ നിർത്തിപ്പോയേനെ അല്ലേ? പക്ഷെ ജിമ്മി പുള്ളി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ ഒരൊറ്റ വാശിയാണ് പിന്നീടെല്ലാം മാറ്റിമറിച്ചത്. അങ്ങനെ വർഷങ്ങളോളം കഷ്ടപ്പെട്ടതിനു ശേഷം അവസാനം എല്ലാം മാറ്റിമറിച്ച ആ ഒരു നിമിഷം വന്നെത്തി. അദ്ദേഹത്തിന്റെ കരിയറിലെ ആ വലിയ ടേണിംഗ് പോയിന്റ്. 1,00,000 വെറുമൊരു സംഖ്യ അല്ലേ? പക്ഷെ ഈ ഒരു നമ്പറാണ് മിസ്റ്റർ ബീസ്റ്റിന്റെ തലവര മാറ്റിയത്. അതെങ്ങനെയാണെന്നല്ലേ? അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. 1,00,000 വരെ എണ്ണുന്ന ഒരു വീഡിയോ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഏകദേശം 40 മണിക്കൂർ എടുത്ത് ചെയ്ത ആ വീഡിയോ അത് വൈറലായി. അതോടുകൂടി ജിമ്മിയുടെ ജീവിതം മൊത്തത്തിൽ മാറി. മിസ്റ്റർ ബീസ്റ്റ് എന്ന ആ ഒരു കൊടുങ്കാറ്റിന്റെ ശരിക്കുള്ള തുടക്കം അവിടെയായിരുന്നു. അപ്പോ പ്രശസ്തിയും പണവുമൊക്കെ വന്നപ്പോൾ ജിമ്മി എന്തു ചെയ്തു? സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണോ ചെയ്തത്? അല്ല. അവിടെയാണ് അദ്ദേഹത്തിന്റെ കഥ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. സഹായം ഒരു ശീലമായി മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ ബീസ്റ്റിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ആ ഒരു കൊടുക്കാനുള്ള മനസ്സ് തന്നെയാണ്. തനിക്ക് കിട്ടുന്നതെന്തും, അത് പണമായാലും പ്രശസ്തിയായാലും, അത് മറ്റുള്ളവർക്ക് തിരികെ കൊടുക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പോളിസി. അദ്ദേഹം ചെയ്ത സഹായങ്ങൾ അതിനൊരു കണക്കില്ലായിരുന്നു. ചിലപ്പോൾ അത് വീടില്ലാത്തവർക്കൊരു പുതിയ വീടിന്റെ താക്കോലായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിക്ക് സഹായമായിരിക്കും. ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ വിശപ്പ് മാറ്റുന്ന വലിയ ഭക്ഷണ വിതരണമായിരിക്കും. ഓരോ വീഡിയോയും ആർക്കെങ്കിലും ഒരു സഹായമായിരുന്നു. പക്ഷേ ഈ സഹായങ്ങളൊന്നും വെറും യൂട്യൂബ് വീഡിയോകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. അദ്ദേഹം ബീസ്റ്റ് ഫിലാന്ത്രോപ്പി എന്ന പേരിൽ ഒരു വലിയ സ്ഥാപനം തന്നെ തുടങ്ങി. ഇന്ന് അത് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറിക്കഴിഞ്ഞു. അപ്പോ മിസ്റ്റർ ബീസ്റ്റിന്റെ ഈ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന യഥാർത്ഥ പാഠം എന്തായിരിക്കും? 30 കോടിയിൽ കൂടുതൽ സബ്സ്ക്രൈബർമാർ. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇന്ന് യൂട്യൂബിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഈ നമ്പറുകൾക്കൊക്കെ അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിജയം. ഈ വലിയ വിജയത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് വിജയിക്കില്ല. അതിന് വർഷങ്ങളുടെ കഷ്ടപ്പാടും വിശ്വാസവും വേണം. നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചത് ഓർക്കുന്നില്ലേ? ആ കഷ്ടപ്പാടുകളുടെ ഫലമാണ് ഇന്ന് കാണുന്നതെല്ലാം. അങ്ങനെ അദ്ദേഹം യൂട്യൂബിനെ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. വെറുമൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്നതിനപ്പുറം ആളുകളെ സഹായിക്കാനുള്ള ഒരു വലിയ വേദിയാക്കി അതിനെ മാറ്റാൻ അദ്ദേഹത്തിന് പറ്റി. അപ്പോ എന്താണ് മിസ്റ്റർ ബീസ്റ്റിന്റെ കഥയുടെ എല്ലാം കാതൽ? അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളോട് പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് കോടികളുണ്ടാക്കുന്നതിലോ ലോകം മുഴുവൻ അറിയപ്പെടുന്നതിലോ അല്ല, മറിച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ നമുക്കെന്ത് നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റിയെന്നതിലാണ്. അപ്പോ ഈ കഥ ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വിജയം? മിസ്റ്റർ ബീസ്റ്റിന്റെ ഈ കഥ കേട്ടതിനു ശേഷം വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോ?